സഹൃദയരായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫെഞ്ച ഹെറിറ്റേജ് ഹോമിലേക്ക് സ്വാഗതം. ഞങ്ങൾ ആരാണെന്നും ഞങ്ങളുടെ കൂടെ ആരൊക്കെയാണെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇവൻ്റെ കൂടെ പോവാം. ഇത് ഞങ്ങളുടെ ചങ്കായ നിവേദാണ്. ഇവൻ കയറി പോകുന്നത് ഈ ഹോമിൻ്റെ റിഫ്രഷ്മെൻറ്റ് ഏരിയ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനും ഫാമിലിയായി ഒത്തുകൂടാനും പറ്റിയ അടിപൊളി ഏരിയ ആണ്. മാത്രമല്ല ഇവിടെ നിന്നും ഈ ഒരു ഹോമിൻ്റെ ചുറ്റുമുള്ള എല്ലാ ഭാഗവും നോക്കിക്കാണാനും നമുക്ക് പറ്റും. ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ട് വാ, അപ്പോഴേക്കും ഞാൻ വരാം. പിന്നീട് നമ്മൾ പോകുന്നത് ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ്. ഈ ഇടവഴി കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇതിലൂടെ നമുക്ക് കാണാം, കുറച്ച് പേരെ കാണാനുണ്ട്. അത് ഈ ഹോമിൽ കുഞ്ഞു കുഞ്ഞു ജീവികൾ ഇവർ വളർത്തുന്നുണ്ട്. പക്ഷികൾ, അണ്ണാൻ, മുയൽ, ടർക്കിക്കോഴി, ആടുകൾ, അങ്ങനെ കുറേ. അത് നിങ്ങൾ കണ്ടിട്ട് വാ. ഇവിടെ അഭിയാട്ടനും നികേഷനും എന്തോ കൂലങ്കഷമായി ആലോചിക്കുകയാണ്. ഈ ഹോം മൊത്തത്തിൽ അങ്ങ് വിലക്കെടുത്താലോ എന്നായിരിക്കണം. എൻ്റെ മോനിങ്ങനെ ഓടിപ്പിടിച്ച് പറയുന്നത് ഈ ഹോമിൻ്റെ ഏറ്റവും അവസാന ഭാഗമായ വാദി ഏരിയയിലേക്കാണ്. ഇവിടെയും ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സീനറിയും കണ്ടില്ലേ, പച്ച വിരിച്ച പരവതാനി പോലെയുണ്ട്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് എൻജോയ് ചെയ്യാം. രാവിലെ വന്നാൽ വൈകിട്ട് വരെ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ ഫെഞ്ച ഹെറിറ്റേജ് ഹോം എന്ന് പറയുന്നത്. ഇവിടെ മുയലുകളും പക്ഷികളും മാത്രമല്ല, നല്ല മയിലുകളും പിന്നെ 2 യമുകളും ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ എന്ന ഭാവത്തിലാണ് ഇവർ രണ്ടാളും നിൽക്കുന്നത്. എന്താ അല്ലേ. പിന്നീട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ എക്സിബിഷൻ ഹാളിലേക്കാണ്. പണ്ടുള്ള ഒമാനികൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ ഹാളാണിത്. ഇവിടുത്തെ കാഴ്ചയും നിങ്ങൾക്ക് പുതുമയുള്ളത് തന്നെയാണ്. അത് കണ്ടിട്ട് വാ. ഈ ഒരു ഏരിയ 90s കിഡിലെ ഞങ്ങളെപ്പോലെയുള്ള പിള്ളേർക്ക് വളരെയധികം പരിചയമുള്ള ഏരിയ ആണ്. നോക്കിയ ഫോൺ മുതലുള്ള ഫോണുകളും അതിലുപയോഗിക്കുന്ന റീചാർജ് കൂപ്പണുകളും മാത്രമല്ല, ഇവിടെ പല രാജ്യങ്ങളുടെ കറൻസിയുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട്. നാണയങ്ങളും മാലകൾ, ട്രഡീഷൻ മാലകളാണിതൊക്കെ. മാലകൾ മാത്രമല്ല, മോതിരങ്ങളും പലതരം വില കൊടുപ്പുള്ള കല്ലുകളും. അയ്യോ, ഇത് ഡോറ ബുജിയുടെ കുറുനരിയാണെന്ന് തോന്നുന്നു. കുറുനരിയുടെ ഒറിജിനൽ മാംസം ആണിത്. സോറി, തെറ്റിപ്പോയി, തൊലിയാണിത്.
ഇതൊക്കെയാണ് ഈ എക്സിബിഷൻ ഹാളിലുള്ളത്. പിന്നീട് ഈ ഒരു ഹോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്ലേ ഏരിയയും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളൊന്ന് പരിചയപ്പെട്ടാലോ. ഈ ചാനലിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ഞങ്ങൾ തന്നെയാണിത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈഷ്ണവ് ശ്രുതി. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആദിൽ എസ് വൈഷ്ണവ്. എൻ്റെ ഭർത്താവ് ഇവിടെ ഒമാനിലെ ഒരു കമ്പനിയിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒമാനിലൊരു 7 വർഷമായി. കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെയും കൂടെ കൂട്ടി. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആരും ഒരു ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. എന്നാൽ പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എൻ്റെയും കൂടെ ഫ്രണ്ട്സായി. ഇപ്പം ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഇവിടെ താമസിക്കുന്നത്. കാരണം നാട്ടിലെ ഫാമിലിയെ വിട്ട് പോരുന്നതിൻ്റെ സങ്കടം ഇവിടെ എല്ലാവരും കൂടുമ്പോൾ മറക്കും. ശരിക്കും നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഇനി നമുക്ക് അവരെ ഒന്ന് കാണാം. അവരാണ് ഇവർ. ഇതിൽ ചിലർ മിസ്സായിട്ടുണ്ട്. അവരെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇതിൽ ഫാമിലീസും ബാച്ചിലേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ. ഇനി പുതിയ വീഡിയോകൾ ഞങ്ങൾ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്നതായിരിക്കും. ബൈ. तुमसे मिले तो कुछ गुनगुनी सी